ാണ് കോട്ടയത്തേക്ക് പോകുമ്പോൾ ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, കോട്ടയത്ത് എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കേണ്ട ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവിട്ട ആളുകളെ ജോസി കേൾക്കാമോ? സംസ്ഥാന വ്യാപകമായി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് കോട്ടയം ഗാന്ധി സ്ക്വയറിലും ഇപ്പോൾ പ്രതിഷേധ സംഗമം നടക്കുന്നത്. ക്നാനായ കത്തോലിക്ക സഭയുടെ കോട്ടയം രൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ കന്യാസ്ത്രീകൾ, അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അടക്കമുള്ളവരും ഈ പരിപാടിയുടെ ഭാഗമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ് ക്രൈസ്തവ ദർശനമെന്നും ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് കന്യാസ്ത്രീകളെ തടവിലാക്കിയതെന്നും ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പ്രതികരിച്ചു. ഇനിയും പീഡനം തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധങ്ങൾ കൂടുതൽ കടുപ്പിക്കുവാനാണ് പൗരാവലിയുടെയും വിവിധ ക്രൈസ്തവ സഭകളുടെയും തീരുമാനം. കോട്ടയം പാലായിലും ഭരണങ്ങാനും അടക്കമുള്ള അതത് പ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി പ്രതിഷേധ സംഗമങ്ങൾ നടക്കും. അനീഷ, ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് ക്ലിമിസ് കത്തോലിക്ക ബാവ സംസാരിക്കുന്നു. കോട്ടയത്തെ പ്രതിഷേധത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കുകയാണ്. കണ്ണൂരിലും സമാനമായ രീതിയിൽ പ്രതിഷേധ റാലി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭരണഘടനയ്ക്ക് വിധേയരാണ് എല്ലാവരും. ഭരണഘടന ഉപയോഗിച്ച് അധികാരത്തിൽ വരിക മാത്രമല്ല, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആളുകളെ നിയമപരമായി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യതയും അവർക്കുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭരണഘടനയെ പാലിച്ചുകൊണ്ട്, അത് മുറുകെ പിടിച്ചുകൊണ്ട്, അതിന് വിരുദ്ധമായി പോയിട്ടുള്ള ആളുകൾക്കെതിരായി അതിശക്തമായ രൂപത്തിലുള്ള നിയമ നടപടിയെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരള ജനസമൂഹം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഇന്ത്യയിലെ മുഴുവൻ ആളുകളും, ജനാധിപത്യവാദികളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോകാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ സാന്ത്വന വാക്കുകളുമായി, സമാധാനത്തിന് വേണ്ടി സ്നേഹത്തിന്റെ സന്ദേശവുമായി ജനങ്ങളുമായി സംവാദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് തെരുവിലിറങ്ങേണ്ടി വന്നല്ലോ എന്നുള്ള ദുഃഖമാണ് എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തിക്കാൻ സാധ്യമല്ല. പൗരജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെറ്റിനെതിരായി പ്രതികരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയാവട്ടെ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ തെറ്റായ പ്രവർത്തനത്തിൽ നിന്ന് ഇനിയും താമസിക്കാതെ പുറകോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നിലപാടിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് വരണം. ആ ഗവൺമെന്റിന്റെ കീഴിൽ നിൽക്കുന്ന